പ്രശസ്തി ആളുകളിൽ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കുന്നില്ല, മറിച്ച് അവരെ കൂടുതൽ കപടരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങളെ പിൻവാതിലിലൂടെ ഒളിച്ചു ചെയ്യാൻ അവരെ നിർബന്ധിക്കുന്നു. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവൻ്റെ മനസ്സാണ്. നന്മ കണ്ടെത്താൻ മനസ്സിനെ പരിശീലിപ്പിക്കുമ്പോൾ സദാചാരത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായി. നമുക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്കുള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നമ്മുടെ തന്നെ മനസമാധാനമാണ്. മുഖസ്തുതിക്കാരൻ നിങ്ങളുടെ സ്നേഹം നടിക്കുന്ന ശത്രുവാണെന്ന് ധരിക്കുക. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അറിവുള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദരായിരിക്കും. എന്ത് തെറ്റ് ചെയ്യാനും അവൻ കൂടെ നിൽക്കും, ശരി ചെയ്യാൻ പിന്തുണയ്ക്കുകയുമില്ല. മനഃപൂർവം അസത്യം പറയാൻ മടിക്കാത്തവർ ഏതു ദുഷ്കർമ്മത്തിനും തയ്യാറാകും. ജീവിതമോ സമ്പത്തോ അധികാരമോ അല്ല, അതിനോടുള്ള അതിരുകടന്ന അഭിനിവേശമാണ് മനുഷ്യനെ അടിമയാക്കുന്നത്. ഈ പുത്രന്മാർ എൻ്റേതാണ്, ഈ സമ്പത്തെല്ലാം എൻ്റേതാണ് എന്നുള്ള ചിന്തകൾ വിഡ്ഢിയുടെ മനസ്സിനെ ആഹ്ലാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പോലും അയാളുടേതല്ലെന്നതാണ് പരമാർത്ഥം. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. അടക്കമില്ലാത്ത ധാരാളിയായ പുരുഷനെയോ സ്ത്രീയെയോ അധികാരസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതും അധഃപതനത്തിൻ്റെ മറ്റൊരു കാരണമാകുന്നു. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ സംസാരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ ചെയ്യുന്നതെന്തും നമ്മളിൽ തന്നെ തിരികെ എത്തും. കഠിന വാക്കുകൾ ഉപയോഗിച്ചാലും മറ്റുള്ളവരെ ദ്രോഹിച്ചാലും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. സ്വന്തം ദുഷ്ചെയ്തികൾ തനിക്കെതിരെ തിരിയുന്നതുവരെ മൂഢൻ സന്തോഷവാനായിരിക്കും. അതെപ്പോഴും അവനെതിരെ ആഞ്ഞടിക്കും. അതൊരു പ്രകൃതി നിയമമാണ്, അത് ഒഴിവാക്കാനാവില്ല. നിങ്ങളുടെ കഴിവുകേടുകൾ കണ്ടെത്തുന്ന ആൾ എന്ന നിലയ്ക്ക് ശത്രുവിനെ വെറുക്കാതിരിക്കുക. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും, വിഡ്ഢിയായ മനുഷ്യൻ അതിൻ്റെ അടിമയായിരിക്കും. നിങ്ങളുടെ തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം അറിയുകയും എന്നിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. മൗനം ഒരു സുഹൃത്താണ്, അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല.